അമീബ ഇരപിടിക്കുന്നതെങ്ങനെയെന്ന ചോദ്യത്തിന് കുട്ടികൾ എഴുതിയ ഉത്തരങ്ങളായിരുന്നല്ലോ ഒരു കാലത്ത് ഉത്തരക്കടലാസ് പരിശോധനാ ക്യാമ്പുകളിൽ അധ്യാപകർ പറഞ്ഞു ചിരിച്ചിരുന്ന വമ്പൻ തമാശകളിലൊന്ന്. രാത്രി കുരാക്കുരിരുട്ട്, കുഞ്ഞുങ്ങളുടെ വിശന്ന കരച്ചിൽ കേട്ട് സഹികെട്ട് ഒരമീബ ഇരപിടിക്കാനായി കാലടി ശബ്ദം പുറത്തു കേൾപ്പിക്കാതെ പതുക്കെ പതുക്കെ കൂട്ടിൽ നിന്നും ഇറങ്ങി നടന്നു എന്നൊക്കെ ഭാവനാപൂർണമായിട്ടുള്ള കുട്ടികൾ എഴുതിയ ഉത്തരങ്ങൾ. പുലിയോ കടുവയോ പോലെയുള്ള ഏതോ ഒരു വന്യമൃഗമാണ് അമീബ എന്ന് പോലും ചില കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കും. എന്നാൽ കൃത്യമായിട്ടുള്ള രൂപം പോലും ഇല്ലാത്ത ഒരു സാധു ഏകകോശ ജീവിയാണല്ലോ അമീബ. എന്നാൽ എൻ്റെ അമീബയല്ല, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന ഇനം അമീബകൾ നമ്മുടെ കുടലിലെത്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അമീബിയാസിസ്, അല്ലെങ്കിൽ അമീബിക്ക് ഡിസെൻട്രി എന്നൊക്കെ നമുക്കറിയാം, വലിയ വയറിളക്കം ഉണ്ടാക്കും. എന്നാൽ ഇന്ന് അമീബ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അമീബ മൂലമുണ്ടാകുന്ന മാരകമായിട്ടുള്ള ഒരു മസ്തിഷ്ക ജ്വരമാണ്. തലച്ചോർ കാർന്നു തിന്നുന്ന ഭീകരജീവിയായിട്ടുള്ള അമീബ എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ ഭീതി പരത്തപ്പെടുന്നത്. അമീബിക്ക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു മാരക രോഗം പിടിപെട്ടിട്ട് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ 20ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. മാരകമായിട്ടുള്ള രോഗത്തെ നേരത്തെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നത് വഴി വളരെയധികം ആളുകളെ, ലോകത്തെങ്ങും ഇല്ലാത്ത വിധത്തിൽ ആളുകളെ രക്ഷപ്പെടുത്താനും നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന നീർക്കെട്ടിനെ എൻസഫലൈറ്റിസ് എന്നും മസ്തിഷ്കത്തിൻ്റെ 3 ആവരണങ്ങളായിട്ടുള്ള ഡ്യൂറ, അരാക്കനോയിഡ്, പയ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ മെനിഞ്ചൈറ്റിസ് എന്നുമാണ് വിളിക്കുന്നത്. സാധാരണയായിട്ട് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള നീർക്കെട്ട് ഉണ്ടാക്കുന്നത്. അവ മൂലമുണ്ടാകുന്ന അണുബാധ, ഇൻഫെക്ഷനാണ് സാധാരണമായിട്ടുള്ള ഇതിനുള്ള കാരണം. മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ബാക്ടീരിയകളാണ് ന്യൂമോകോക്കസ്, മെനിഞ്ചോകോക്കസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ക്ഷയരോഗമുണ്ടാക്കുന്ന ട്യൂബർകുലസ്, ബാസിലസ്, TB എന്നിവയൊക്കെയാണ്. ഇവയിലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും TB മെനിഞ്ചൈറ്റിസും ഒക്കെ പ്രതിരോധ കുത്തിവെപ്പുകൾ വഴി ഏറെക്കുറെ ഇല്ലാതായി. ധാരാളം ഇനം വൈറസുകളും നമ്മുടെ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവ നമ്മെ നന്നായിട്ട് വട്ടം കറക്കുന്നുമുണ്ട്. വൈറസിലും ബാക്ടീരിയയിലും ഉൾപ്പെടാതെ ചിലർ കൂടി ഈ അസുഖത്തിന് കാരണമാകുന്നുണ്ട്. അതിലെ പ്രധാനികളാണ് ചിലയിനം അമീബകൾ. അത്തരം അമീബകൾ വളരുന്ന വെള്ളക്കെട്ടിലും കുളങ്ങളിലും ഒക്കെ കുളിച്ചവർക്കാണ് സാധാരണയായിട്ട് ഈ അസുഖങ്ങൾ വരുന്നത്. അല്ലാതെയും ചിലർക്ക് പിടിപെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള കുളങ്ങളിലും തടാകങ്ങളിലും പുഴകളിലും ഒക്കെ കുളിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ അസുഖം വരുന്നുള്ളൂ എന്നുള്ള ഒരു ആശ്വാസം കൂടിയുണ്ട്. എങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൂടുന്നുണ്ട്. ചിലപ്പോൾ രോഗം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ കൂടിയതാകാം. എന്തായാലും അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനാൽ നമുക്ക് ഇന്ന് വളരെ ചെറിയ ഈ ജീവിയായിട്ടുള്ള അമീബകളെയും അവ വരുത്തുന്ന ഈ മാരക രോഗത്തെയും അത് തടയാനുള്ള വഴികളെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. നമുക്കെല്ലാവർക്കും പാഠപുസ്തകങ്ങളിലൂടെ കേട്ടറിഞ്ഞ ഇഷ്ടമുള്ള ഒരു ജീവിയാണ് അമീബ. എളുപ്പം ആർക്കും വരക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബയോളജി ക്ലാസ്സിൽ നിങ്ങൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട് വരച്ച വേറെ ഏത് ജീവിയുണ്ട്? അമീബയെ വരച്ച് മാർക്ക് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ആ ഓർമ്മകൾ കമൻറ്റിൽ എഴുതണം. ഓഗസ്റ്റ് ജോഹാൻ റോസൽഹോഫ് ആണ് 1757 അമീബയെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത്. ചേഞ്ചിങ് അല്ലെങ്കിൽ മാറുന്ന, നീങ്ങുന്ന എന്ന ഒക്കെ അർത്ഥം വരുന്ന അമീബ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ അമീബയുടെ പേര് വന്നത്. ഇതൊരൊറ്റ കോശം മാത്രമുള്ള ജീവിയാണെന്ന് പറഞ്ഞല്ലോ, യൂണിസെല്ലുലാർ ഓർഗാനിസം. കോശത്തിനുള്ളിലെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് കൃത്യമായിട്ടുള്ള സ്ഥലമുള്ളവർ. അത്തരത്തിലുള്ളവയെ യൂക്കാരിയോട്ടുകൾ എന്നാണ് വിളിക്കുക. അതെ, നമ്മൾ മനുഷ്യരും ഒക്കെ യൂക്കാരിയോട്ടുകളാണ്. ബാക്ടീരിയ പോലുള്ളവർക്ക് അത്തരത്തിലുള്ള കോശമർമ്മവും അതിനു ചുറ്റുമുള്ള സ്ഥലവും ഒന്നുമില്ല. അതിനാൽ അവയെ പ്രോകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുക. പണ്ട് ഇവരെ ഇതുപോലെയുള്ള ഏകകോശ ജീവികളെ സൂഡോപോഡുകൾ എന്ന് പറയുന്ന കപടപാദങ്ങളിലേക്ക് അവയുടെ സൈറ്റോപ്ലാസം തള്ളിച്ച് നീങ്ങുന്ന തരം സഞ്ചാര രീതിയുള്ളവയെ, അമീബിക്ക് സഞ്ചാരമുള്ളവയെ ഒക്കെ സർക്കോഡിന എന്ന് പറയുന്ന ഫൈലത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷെ പുതിയ മോളിക്കുലാർ ഫൈലോജനറ്റിക് പഠനങ്ങൾ തെളിയുന്നത് ഇവയൊക്കെ ഒരേ വിധത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഇവയൊന്നും ഒറ്റ പൂർവിക ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായവയല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ പലതരം അമീബകളുടെ വിഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വർഗീകരിച്ചിരിക്കുന്നത്. അമീബകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാറുള്ളത് അവയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കപടപാദങ്ങൾ, സൂഡോപോഡുകളാണ്, തട്ടിപ്പുകാലുകൾ. ആ ഭാഗത്തേക്ക് ആന്തരിക സൈറ്റോപ്ലാസം തള്ളിയും മുന്തിയും വലിച്ചും നീട്ടിയും ഒക്കെയാണ് ഇവ സഞ്ചരിക്കുന്നത്. അത്തരത്തിൽ ഇവർക്ക് ഇവയുടെ രൂപം മാറ്റാനാകും. ഈ സൂഡോപോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇര പിടിക്കുന്നത്. ഈ കാലുകൾ ഇരക്കു ചുറ്റുമായിട്ട് വളച്ച് ചുറ്റിപ്പിടിച്ച് അവയെ ശരീരത്തിനുള്ളിലേക്കാക്കി ദഹിപ്പിക്കുന്ന ശീലം ഫാഗോസൈറ്റോസിസ് എന്നാണ് അതിന് പറയുക. ബാക്ടീരിയകളും അതുപോലെയുള്ള സൂക്ഷ്മജീവികളും മാത്രമല്ല, ജീർണിച്ച ജൈവ പദാർത്ഥങ്ങളും കൂടി അമീബകൾ ഇങ്ങനെ ഭക്ഷണമാക്കും. എല്ലാ അമീബകളുടെയും പുറത്തെ പ്ലാസ്മ സ്തര അതിരുകൾ ഒരേപോലെയല്ല. അതായത് നമ്മൾ വരച്ച് ശീലിച്ച ആ രൂപമല്ല എല്ലാ അമീബകൾക്കും ഉള്ളത്.
അതിലെ സൂഡോപോഡുകൾ ഗ ഗ ഗ ഗ എന്ന് നമ്മൾ ചേർത്ത് എഴുതിയതുപോലെയാണല്ലോ. അല്ലെങ്കിൽ ഒരു ബുൾസൈഡ് അതിരുകൾ പോലെയാണ് എനിക്ക് അമീബയെ കണ്ടാൽ തോന്നാറ്. അല്ലെങ്കിൽ റാ പോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ബൾബ് പോലെയുള്ള കാലുകൾ. അങ്ങനെ മാത്രമല്ല, മുന പോലെയും മുള്ളുപോലെയും വല പോലെയും ഒക്കെ പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്ന സൂഡോപോഡുകളുള്ള കപടപാദങ്ങളുള്ള അമീബകളുണ്ട്. സ്വതന്ത്രമായുള്ള ടെസ്റ്റേറ്റ് എന്ന ഇനത്തിൽ കാൽഷ്യവും സിലിക്കയും കൈറ്റിനും ഒക്കെ ചേർന്ന പുറം കവചങ്ങളുണ്ട്. പുറംഭാഗം ഇത്തരത്തിലുള്ള കവചങ്ങളൊന്നുമില്ലാതെ നഗ്നമായവയാണ് ഗിംനാമീബകൾ. അവയാണ് നമുക്ക് വളരെ പരിചയമുള്ള ഈ രൂപമുള്ളവർ. ഇവയുടെ പുറം സ്ഥലം കട്ടിയില്ലാത്തതിനാൽ തന്നെ പുറത്തുള്ള വെള്ളത്തിനുള്ളിലേക്ക് കയറാൻ പറ്റും. ശുദ്ധജലത്തിലുള്ള അമീബകളിൽ തന്നെ ഓസ്മോട്ടിക് പ്രഷർ മൂലം, അതായത് അവയുടെ ഉള്ളിലായിരിക്കുമല്ലോ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ലവണ സാന്ദ്രത ഉണ്ടാകുക. പുറത്തെ വെള്ളം ആ സാന്ദ്രത വ്യത്യാസം മൂലം അമീബയുടെ സ്ഥലത്തിലൂടെ ഉള്ളിലേക്ക് വരും. ഇങ്ങനെ അധികമായിട്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ പുറത്ത് കളയാൻ പറ്റില്ലെങ്കിൽ അമീബ പൊട്ടിത്തെറിച്ചു പോകും. അമീബക്കുള്ളിലുള്ള കോൺട്രാക്റ്റിൽ വാക്യൂളുകൾ എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനെ അമിതമായിട്ട് വരുന്ന വെള്ളത്തിനെ മുഴുവൻ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അമീബകളുടെ വലിപ്പവും പല വിധത്തിലാണ്. കടലിലെ ചില ഇനങ്ങൾക്ക് 2-3 മൈക്രോമീറ്റർ മാത്രമാണ് വലിപ്പം, അതായത് സാധാരണ ബാക്ടീരിയകളുടെ വലിപ്പം മാത്രം. നമ്മുടെ നാട്ടിലെ കുളങ്ങളിലും തടാകങ്ങളിലും വെള്ളക്കെട്ടുകളിലും ഒക്കെ കാണുന്ന അമീബകൾ വളരെ ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര ചെറുത്. എന്നാൽ പിലോമിക്സ പാലിസ്ട്രീസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മെഗാ അമീബകൾ നല്ല വലിപ്പമുള്ളവയാണ്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം. അമീബകളെല്ലാം പ്രശ്നക്കാരൊന്നുമല്ല. രോഗമൊന്നും പരത്താതെ ധാരാളം ഇനം അമീബകൾ നമ്മുടെ ചുറ്റുമായിട്ടുണ്ടാകും, മണ്ണിലും വെള്ളത്തിലും, കൂടാതെ നമ്മുടെ വയറിനുള്ളിൽ പോലും ഉണ്ടാകും. എന്നാൽ ചില ഇനം അമീബകൾ നമ്മുടെ വയറിനുള്ളിലെത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അസുഖം ഉണ്ടാക്കും. ഈ കാര്യം മുമ്പേ നമുക്ക് അറിയാമായിരുന്നു. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന പരാത അമീബ. ഓക്സിജന്റെ സഹായമില്ലാതെ വളരാൻ ജീവിക്കാൻ കഴിയുന്നവയാണ് ഈ അനിറോബിക് വിഭാഗത്തിൽപ്പെട്ട അമീബകൾ. മലിനമായിട്ടുള്ള അഴുക്കുള്ള കുടിവെള്ളത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ സാധാരണയായിട്ട് ഈ അമീബയുടെ സിസ്റ്റുകൾ എത്തുക. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മാസങ്ങളോളം സുരക്ഷിതമായിട്ട് കഴിയാൻ അമീബകളുടെ സിസ്റ്റുകൾക്ക് പറ്റും. അവയ്ക്ക് ചുറ്റും ഒരു കവചമുണ്ടാകും. വെള്ളത്തിലല്ലാതെയും അതിനെ അതിജീവിക്കാൻ പറ്റും. അപ്പോൾ മണ്ണിലും മാലിന്യത്തിലും ഒക്കെ തൊട്ടതിൻ്റെ ശേഷം കൈ കഴുകാതെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ ഈ സിസ്റ്റുകൾ നമ്മുടെ വയറ്റിലെത്താം. ഈ സിസ്റ്റുകൾ വയറിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ സുരക്ഷിത സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കവചം പൊഴിച്ച് ഒരു തനി അമീബയായി മാറും. അതിൽ ചിലതൊക്കെ നമ്മളെ കുടൽ ഭിത്തികൾ തിന്നും തുരക്കും, ഡ്രില്ല് ചെയ്യും. കുടലിൽ നിന്നും അത് ദ്വാരമുണ്ടാക്കി നമ്മുടെ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലെത്താം, രക്തക്കുഴലുകളിലെത്താം, ശ്വാസകോശത്തിലോ പ്ലീഹയിലോ എത്താം. ചിലപ്പോൾ അവ നമ്മുടെ കരളിലെത്തി അവിടെ മുഴയും വീക്കവും പഴുപ്പും ഒക്കെ ഉണ്ടാക്കും, ആബ്സസുകൾ ഉണ്ടാക്കും. ഇതൊക്കെ വളരെ സാധാരണമല്ലെങ്കിലും ഇവ മൂലം കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമീബിക് ഡിസെൻട്രി ഒരു കാലത്ത് വളരെ സാധാരണമായിരുന്നു. ഇവയെ അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി എന്നൊക്കെയാണ് വിളിക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ അമീബ നമ്മുടെ വയറിൽ ഉണ്ടായാലും ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എങ്കിലും സാധാരണയായിട്ട് വയറിളക്കം ഉണ്ടാക്കും, ക്ഷീണം, ഭാരം കുറയൽ, വയറുവേദന, രക്തം മലത്തിലൂടെ പോവൽ തുടങ്ങി പല ലക്ഷണങ്ങൾ കാണിക്കും. നമ്മുടെ ശുചിത്വ ശീലങ്ങൾ മെച്ചപ്പെട്ടതും മികച്ച മരുന്നുകൾ ഇവയെ ചികിത്സിക്കാനായിട്ട് ലഭ്യമായതും ഒക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ അമീബിക് ഡിസെൻട്രി അത്ര വലിയ പ്രശ്നമല്ല കേരളത്തിൽ. ഈ അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന അമീബയെ പറ്റി പറയുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് ജർമ്മൻ പ്രോട്ടോസുവോളജിസ്റ്റായ ഫ്രിറ്റ്സ് ഷോഡിൻ. അമീബിക് ഡിസെൻട്രി, അമീബിക് ലിവർ ആബ്സസ് തുടങ്ങിയവയ്ക്കൊക്കെ കാരണക്കാരായിട്ടുള്ള ഈ പരാത അമീബയെ ആദ്യമായിട്ട് കണ്ട് വിശദീകരിച്ചത് 1903 ഇദ്ദേഹമാണ്. ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്നും ലിറ്റ്ക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന എന്നുമാണ് ലാറ്റിനിലെ പദങ്ങളുടെ അർത്ഥം. ഈ 2 പദങ്ങളും ചേർത്താണ് ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന ഈ അമീബയുടെ സ്പീഷീസ് നാമം അദ്ദേഹം ഉണ്ടാക്കിയത്. സിഫിലിസ് എന്ന് പറയുന്ന മാരക രോഗത്തിന്റെ കാരണക്കാരായിട്ടുള്ള രോഗാണുവിനെ സ്പൈറോകൈറ്റ പാലിഡ കണ്ടെത്തിയതും ഇദ്ദേഹവും ചേർന്നാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമീബയെ, എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് സ്വന്തം ശരീരം തന്നെ വോളണ്ടറി ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. അതായത് ഈ അമീബയെ അദ്ദേഹം സ്വന്തം ശരീരത്തിലേക്ക് തന്നെ കയറ്റിവിട്ടു. അങ്ങനെ വയറ്റിലുണ്ടായിരുന്ന പഴുപ്പ് മൂലം 1906 വെറും 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഈ അസുഖം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വളരെ കുറഞ്ഞെങ്കിലും ലോകത്തിലെ വികസ്വര രാജ്യങ്ങളിൽ 5 കോടിയോളം ആളുകൾക്കാണ് ഓരോ വർഷവും അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി പിടിപെടുന്നത്. 55,000-ഓളം ആളുകൾ ഓരോ വർഷവും ഈ രോഗം മൂലം മരണപ്പെടുന്നുമുണ്ട്. നമുക്കിനി മസ്തിഷ്ക ജ്വരത്തിലേക്ക് വരാം. പ്രധാനമായും നീഗ്ലേറിയ ഫോളറി എന്ന ശാസ്ത്രനാമമുള്ള അമീബയാണ് പ്രൈമറി മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. 1965 ആദ്യമായിട്ട് ഈ അമീബയെ കണ്ടെത്തുന്നത്. 1970 അതിനെ വിശദീകരിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വേറെയും പലതരം അമീബകൾ മണ്ണിലും വെള്ളത്തിലും ഒക്കെ ആയിട്ടുണ്ട്. അവരിലും ചിലരൊക്കെ പ്രശ്നക്കാരുമാണ്. അക്കന്തമീബ എന്ന വിഭാഗം ഉണ്ടാക്കുന്ന ഗ്രാനുലോമാറ്റസ്
എൻസെഫലൈറ്റിസ് ആണ് വേറൊരു തരം മസ്തിഷ്ക ജ്വരം. ഈ അക്കന്തമീബ ഒരുവിധം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകാം, മണ്ണിലും വെള്ളത്തിലും ഒക്കെ. ഇതുകൂടാതെ മണ്ണിൽ തന്നെ ജീവിക്കുന്ന ബാലമുത്തിയ മാൻഡ്രില്ലാരിസ് എന്ന് പറയുന്ന അമീബയും ഗ്രാനുലോമാറ്റസ് എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. 1986 സാന്റിയാഗോ വൈൽഡ് ആനിമൽ പാർക്കിൽ ചത്തുപോയ ഒരു മാൽഡ്രിൻ വിഭാഗത്തിലെ കുരങ്ങിന്റെ തലച്ചോറിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ അമീബയെ കണ്ടെത്തുന്നത്. അങ്ങനെ കിട്ടിയതാണ് മാൻഡ്രില്ലാരിസ് എന്ന ഇതിന്റെ സ്പീഷീസ് നാമം. 1993 ഗോവിന്ദ വിശ്വേശ്വര എന്ന ഗവേഷകനാണ് ഈ അമീബ ഇത്തരത്തിലുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെൻറ്ററായ വില്യം ബാലമുത്തുവിനോടുള്ള ആദരമായിട്ടാണ് ഇതിന് ബാലമുത്തിയ എന്നുള്ള ജീനസ് നാമവും നൽകിയിരിക്കുന്നത്. വേറെയും ചിലതരം അമീബകളും കൂടി ഇത്തരത്തിലുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിഗ്ലോറിയ ഫൗളറി മൂലമുണ്ടായ മസ്തിഷ്ക ജ്വരമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഈറ്റിംഗ്, മസ്തിഷ്ക ഭോജി അമീബ എന്നൊക്കെ പേര് വിളിക്കാറുണ്ട്. ജർമ്മൻ പ്രോട്ടോസുവോളജിസ്റ്റ് ആയിട്ടുള്ള കെർട്ട് നെഗ്ലറോടുള്ള ആദരമായിട്ടാണ് ഇതിൻ്റെ ജീനസ് നാമമായിട്ട് നെഗ്ലേറിയ നൽകിയിരിക്കുന്നത്. ഈ രോഗചികിത്സയിൽ ആദ്യമായിട്ട് ഏർപ്പെടുകയും അതിൽ വലിയ സംഭാവനകളും നൽകിയ ഓസ്ട്രേലിയൻ പത്തോളജിസ്റ്റ് ആയിട്ടുള്ള മാൽക്കം ഫൗലേറിയോടുള്ള ആദരമായിട്ടാണ് ഇതിന് ഫൗലേറി എന്ന സ്പീഷീസ് നാമവും നൽകിയിരിക്കുന്നത്. ഇത്തരം അമീബകൾക്ക് 3 ഘട്ടമുണ്ട്. അമീബോയിഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ചലനമുള്ള ട്രോഫോയിസിറ്റ് ഘട്ടം, പിന്നെ സിസ്റ്റ്, അതിൽ നിന്നുള്ള ഫ്ലാജല്ലകളുള്ള രൂപം. നിഗ്ലേറിയ ഫൗളറി ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്, തണുത്ത വെള്ളത്തിലല്ല. ബാക്ടീരിയകളെയും മറ്റു സൂക്ഷ്മജീവികളെയും ഒക്കെ തിന്ന് ജീവിക്കുന്ന ഇവ നനഞ്ഞ മണ്ണിലും വെള്ളത്തിലും പുഴകളിലും കുളത്തിലും തടാകത്തിലും ഒക്കെ ഉണ്ടാകാം. ഒഴുക്കുള്ള വെള്ളത്തിൽ ഇവയുടെ സാന്നിധ്യം കുറയാനാണ് സാധ്യത. എങ്കിലും പുഴകളുടെയൊക്കെ അരികിലൊക്കെ വലിയ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ചില പോക്കറ്റുകൾ ഉണ്ടാകുമല്ലോ, അവിടെയും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാം. കുളങ്ങളുടെയും ഒക്കെ മുകൾ തട്ട് അല്പം ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ അത്തരത്തിൽ ചൂടിൽ കഴിയാൻ ഇഷ്ടപ്പെടാതെ പല ബാക്ടീരിയൽ ഭോജികളും താഴോട്ട് പോകും. അപ്പോൾ ഈ ചൂട് അത്ര പ്രശ്നമില്ലാതെ നിഗ്ലേറിയ ഫൗളറിക്കൊക്കെ ഇഷ്ടംപോലെ ബാക്ടീരിയകൾ കിട്ടും. അതായത് ഭക്ഷണത്തിന് മത്സരം കുറയും. അതുകൊണ്ട് തന്നെ ഇവ വേഗത്തിൽ പെരുകും. സാധാരണയായിട്ട് നന്നായിട്ട് വൃത്തിയാക്കാത്ത, ക്ലോറിനേഷൻ കൃത്യമായിട്ട് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നൊക്കെയാണ് ഈ അമീബ പലരുടെയും ഉള്ളിൽ കയറുന്നത്. എന്തായാലും ഇത് മൂക്കിലൂടെയാണ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കുമില്ല. മൂക്കിൽ ശക്തമായിട്ട് വെള്ളം ഉള്ളിലോട്ട് കയറിയിട്ട് മൂക്കിൻ്റെ ഏറ്റവും അങ്ങേ അഗ്രത്ത് എത്തിക്കഴിഞ്ഞാലാണ് അവിടെ നിന്നാണ് ഇത് തലച്ചോറിലേക്ക് കടക്കുന്നത്. എന്നാൽ മറ്റിനം അമീബകളൊക്കെ മൂക്കിലൂടെ തന്നെയാണോ ഉള്ളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അവരുടെയൊക്കെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധിക്കുമ്പോൾ അതിൽ അമീബകളെ കാണുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇത്തരത്തിലുള്ള കുളങ്ങളിലൊന്നും മുങ്ങിക്കുളിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്നും പറയാനും ഉണ്ടായില്ല ചിലപ്പോൾ. അതായത് നമ്മൾ കരുതിയത് പോലെ കുളത്തിലെ കുളി മാത്രമൊന്നുമല്ല ഇത്തരത്തിലുള്ള അമീബകൾ നമ്മുടെ ഉള്ളിൽ എത്താനുള്ള ഒരു കാരണം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അക്കന്തമീബയും ഒക്കെ മറ്റു വഴികളിലൂടെയും നമ്മൾ തലച്ചോറിലെത്താം. എന്തായാലും നെഗ്ലേറിയ നമ്മുടെ മൂക്കിൻ്റെ ഏറ്റവും പിന്നറ്റത്തുള്ള ഓൾഫാക്ടറി നെർവുകൾ, നമ്മളെ മണമൊക്കെ അറിയാനുള്ള നെർവുകളൊക്കെ ഉള്ള ആ ഭാഗത്തു കൂടിയാണ് ഉള്ളിലേക്ക് തുരന്ന് കയറുന്നത് എന്ന് ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസ് ഫ്ലൂയിഡിലും പിന്നെ തലച്ചോറിലും എത്തും. ശക്തമായിട്ടുള്ള തലവേദന, പനി, ഓക്കാനം, ക്ഷീണം, കഴുത്ത് തിരിക്കാനൊക്കെ വിഷമം, ഹാലൂസിനേഷൻസ്, വിഭ്രമ ഒരു അവസ്ഥ, ചിലപ്പോൾ അപസ്മാര ലക്ഷണമൊക്കെയാണ് പതുക്കെയായിട്ട് ഈ അമീബയുടെ ആക്രമണം മൂലം ലക്ഷണങ്ങളായിട്ട് പുറത്തു വരിക. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സാധാരണമായിട്ടുള്ള മറ്റ് തരം മെനിഞ്ചൈറ്റിസുകളുടെയോ എൻസെഫലൈറ്റിസിൻ്റെയോ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ലക്ഷണങ്ങൾ തുടങ്ങുന്ന സമയം തന്നെ അവരുടെ CSF, സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നട്ടിൽ നിന്നും കുത്തിയെടുത്ത് ആ വെറ്റ് സ്ലൈഡുകൾ അപ്പോഴും തന്നെ നോക്കിയാൽ മാത്രമേ അതിൽ ചലിക്കുന്ന ഇത്തരത്തിലുള്ള അമീബകളെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള സൗകര്യങ്ങളും മികച്ച മൈക്രോബയോളജിസ്റ്റുകളും ഒക്കെ ഉള്ളതാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ കൂടുതലായിട്ട് ഈ രോഗം ഇത് തന്നെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിച്ചത്. മറ്റുള്ള ചില ഇടങ്ങളിൽ ചിലപ്പോൾ ഇത് സാധാരണമായിട്ടുള്ള മറ്റു തരം മെനിഞ്ചൈറ്റിസുകളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടാകാം. ചിലപ്പോൾ മികച്ച ചികിത്സ നൽകിയില്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് തന്നെ മരണം ചിലപ്പോൾ സംഭവിക്കാം. മുമ്പ് 90% മരണസാധ്യതയുള്ള ഒരു രോഗമായിട്ടാണ് നിഗ്ലേറിയ ഫൗളറി മൂലമുണ്ടാകുന്ന അമീബിക് മെനിഞ്ചൈറ്റിസിനെ കണക്കാക്കിയിരുന്നത്. എങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ രോഗം പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അക്കന്തമീബ മൂലമൊക്കെ ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് അത്രമാത്രം ഗുരുതരമല്ല. ഈ രോഗം പിടിപെടാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മൂക്കിലൂടെ ഇത് ഉള്ളിലെത്തുന്നത് തടയുക എന്നുള്ളതാണ്. മൂക്കിൻ്റെ ഏറ്റവും പുറകിലേക്ക് വെള്ളം എത്തുന്ന വിധത്തിൽ ടാപ്പ് വാട്ടർ പോലും ചീറ്റി ഉള്ളിൽ കയറ്റരുത്. നന്നായി ക്ലോറിനേഷൻ ചെയ്തു എന്ന് ഉറപ്പില്ലാത്ത പൂപ്പലും പായലും ഒക്കെ കെട്ടിക്കിടക്കുന്ന ബയോഫിലിംസ് ഉള്ള സ്വിമ്മിംഗ് പൂളുകളിൽ കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, മുന്നേ ഇത്തരത്തിലുള്ള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ
ഉള്ള കുളങ്ങൾ കാണുമ്പോഴേ യാത്രക്കിടയിൽ ചാടി ഇറങ്ങി കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന വിധത്തിൽ ചാടാതിരിക്കുക, വെള്ളത്തിൽ ജോലി ചെയ്യുമ്പോൾ അലക്കുമ്പോഴും ഒക്കെ മൂക്കിലേക്ക് വെള്ളം തെറിച്ച് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് മാസ്കുകളോ നാസൽ പ്ലഗുകളോ ഒക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ അമീബ നമ്മുടെ മൂക്കിൽ കയറുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ചില ചികിത്സകളുടെയൊക്കെ ഭാഗമായിട്ട് ചില ഔഷധങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മൂക്കിലേക്ക് മരുന്ന് വലിച്ചു കയറ്റുന്ന രീതികളുണ്ട്, നസ്യം പോലെയുള്ളതൊക്കെ. അതല്ലാതെ ചില മതാചാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വെള്ളത്തിലേക്ക് പല പ്രാവശ്യം മുങ്ങിക്കുളിക്കുന്ന രീതികൾ, ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ അമീബ കയറാനുള്ള ഒരു സാധ്യതകൾ കൂടിയാണ്. പൊതുകുളങ്ങളും തടാകങ്ങളും മാത്രമൊന്നുമല്ല ഇത്തരത്തിലുള്ള അമീബകളുടെ വളർത്തു കേന്ദ്രം. ചിലപ്പോൾ നമ്മുടെ വീട്ടു കിണറുകൾ, നമ്മൾ കുടിക്കാനുള്ള വെള്ളം ദിവസവും മുക്കിയെടുക്കുന്ന കിണറിൽ പോലും ഇത്തരത്തിലുള്ള അമീബകൾ ഉണ്ടാകും. നമ്മളെ വീടിന് മുകളിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ടാങ്കുകളിൽ ആൽഗകളും പായലുകളും ഒക്കെ വളരാം, അതിൽ ഇത്തരത്തിലുള്ള അമീബകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ വീട്ടിലെ പൈപ്പ് വെള്ളത്തിലൂടെയും നമ്മുടെ ഉള്ളിൽ ഈ അമീബകൾ എത്താം. എന്തായാലും പൊതുവിതരണ സംവിധാനത്തിലൂടെ നൽകുന്ന വെള്ളം നന്നായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ അമീബകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് വീട്ടിലെ പൈപ്പ് വെള്ളത്തിലും ഷവറിലൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതുകൂടാതെ അക്കന്തമീബ കെരറ്റൈറ്റീസ് എന്ന വിഭാഗം ഒരു അമീബ കൂടിയുണ്ട്. അത് കണ്ണിൻ്റെ കോർണിയയെ, നമ്മുടെ കാഴ്ചശക്തിയെ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു അമീബയാണ്. ഇത് ഇങ്ങനെ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലൂടെയും കോണ്ടാക്ട് ലെൻസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സൊല്യൂഷനിലൂടെയും ഒക്കെ നമ്മുടെ കണ്ണിൽ എത്തുകയും അത് നമ്മുടെ കോർണിയക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും ഇത് നമ്മുടെ കണ്ണിലൂടെ പിന്നീട് തലച്ചോറിലെത്താനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും വൃത്തിയില്ലാതെ വെള്ളം കൊണ്ട് കണ്ണ് അധികം കഴുകുന്നതും ഒരു നല്ല ശീലമല്ല എന്നർത്ഥം. ഇപ്പോഴും നമ്മുടെ മൂക്കിലൂടെ നമ്മൾ കരുതുന്നതിൽ നിന്നും എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അമീബകൾ നമ്മുടെ ഉള്ളിൽ എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതല്പം ഭയമുണ്ടാക്കുന്നതും കൂടിയാണ്. എന്തായാലും വളരെ ചെറിയ ഈ ഒരു ഏകകോശ ജീവിയായ അമീബയെ പോലും നമ്മൾ കുറേ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ അമീബിക് എൻസെഫലൈറ്റിസിനെ പറ്റിയിട്ടും അവയുടെ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ സൂക്ഷ്മജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.